ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മലയാളികളുടെ സ്വന്തം ഡിഷായ എല്ലും കപ്പയുടെ റെസിപ്പിയുമായാണ്. ഒരു വയനാടൻ എല്ലും കപ്പയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഇതിന് കപ്പ ബിരിയാണി എന്നും പറയും, ചിലയിടത്ത് എല്ലും കപ്പയെന്നും പറയും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഈ എല്ലും കപ്പ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ കഴുകി വൃത്തിയാക്കിയെടുത്ത എല്ലാണ്. ഇനി അതിലേക്ക് നമ്മൾ അതിൻ്റെ ചേരുവകൾ ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ 2 സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി, ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായി ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇറച്ചി മസാലപ്പൊടിയും 5 ടേബിൾ സ്പൂൺ വീതവും, മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കിലോ എല്ലിന് 4 ലിറ്റർ വെള്ളമെങ്കിലും ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി നോക്കണം. അപ്പോൾ വെള്ളം ഇതിൻ്റെ മുകളിൽ നിൽക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും, തന്നെയല്ല അത് വേഗത്തുമില്ല, എല്ലാം ഒന്നും നന്നായിട്ട് വേഗത്തുമില്ല. അപ്പം നമ്മുടെ കപ്പ ബിരിയാണിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് കറക്റ്റായിട്ട് വേകാനുള്ള വെള്ളം ഉണ്ടോ എന്നുള്ളത്. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. അടുപ്പിൽ വെക്കാൻ നേരം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് വിറകടുപ്പിലേക്കാണ് വെക്കുന്നത്, ഗ്യാസ് അടുപ്പിലല്ല, വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പം ഇത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്, പച്ചക്കപ്പ. ഇത് നന്നായിട്ട് തോല് പൊളിച്ച് കഴുകി വൃത്തിയാക്കി ഇതാ ഇങ്ങനെ കൊത്തി ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ എല്ലാം തിളയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കപ്പയും ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയതും, ഒരു സവോള ചെറുതായി അരിഞ്ഞതും, ഒരു 5 അല്ലി വെളുത്തുള്ളിയും, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. ഇതെല്ലാം കറുത്ത നിറത്തിൽ വരണം, എന്നാലേ നമുക്ക് ആ ഒരു കപ്പ ബിരിയാണിയുടെ അല്ലെങ്കിൽ എല്ലും കപ്പയുടെ കറക്റ്റായിട്ടുള്ള കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികൾ വീണ്ടും ചേർത്ത് കൊടുക്കണം. നേരത്തെ ചേർത്തത് എല്ലിനുള്ളതാണ്. ഇനി നമ്മളിത് കപ്പയ്ക്ക് ടോട്ടലായിട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത്. അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, മുളക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് വറ്റൽ മുളകാണേലും ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇറച്ചി മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ഗരം മസാലപ്പൊടി ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അതില്ലാത്തവർക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, ഈ 3 സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 ഏലക്കായും ഒരു 5 അല്ലെങ്കിൽ 4 ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. പിന്നെ ഇത് കൂടാതെ ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം നമുക്കിത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഏകദേശം 2-2.5 മണിക്കൂറോളം ഞാൻ അടുപ്പിൽ വെച്ച് വേവിച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പയും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കപ്പ
എല്ലിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതിനെ വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ഈ വറുത്ത് വെച്ചിരുന്ന മസാല എല്ലാം കൂടെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുകയാണ് ചെയ്യേണ്ടത്, അരയ്ക്കുകയല്ല ചെയ്യേണ്ടത്. വെള്ളം ഒഴിക്കാതെ ഇത് പൊടിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് കളറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അരയ്ക്കാൻ എന്തെങ്കിലും വെള്ളമാണോ എടുക്കാൻ ഉദ്ദേശിച്ചത് അത്രയും വെള്ളം ഇതിൻ്റെ അകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ എല്ലിൻ്റെ അകത്തും അരച്ച മസാലയ്ക്കകത്തും കപ്പയ്ക്കകത്തും ഒക്കെ ഉപ്പ് ചേർത്താണ്. അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പ് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിത് ഇളക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ലാസ്റ്റ് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇതിന് നമുക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ല കപ്പയെല്ലാം നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊണ്ടുവരികയാണ്. എത്രമാത്രം നന്നായിട്ട് ഇളക്കുന്നോ അത്ര നല്ല ടേസ്റ്റിലിരിക്കും കപ്പ. അപ്പോൾ ഇതൊരു നാടൻ വിഭവമാണ്. ക്രിസ്മസിനൊക്കെ, ക്രിസ്മസ്, ഈസ്റ്റർ പോലുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.